അസ്സലാമലൈക്കും വ്ളോഗ്സ് ബൈ ജുബിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. അതില്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. നമുക്ക് നാലാളുടെ മുന്നിൽ ഒരു ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ സ്വയം സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നമ്മുടെ എല്ലാം നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ആരുടെയും ഒരു ഒരു അടിമയോ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ സന്തോഷം കളയൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ലൈഫ് ഭയങ്കര ഷോർട്ട്. നമ്മൾ ജീവിക്കുക, നമ്മൾക്ക് ഹാപ്പിനെസ് തരുന്നവർക്ക് നമ്മൾ തിരിച്ച് ഹാപ്പിനെസ് കൊടുക്കുക. കുറച്ച് സെൽഫ് റെസ്പെക്റ്റഡ് തോട്ട്സ് ഞാൻ പറയാം. ഫസ്റ്റ് തന്നെ ഡോണ്ട് ഗോ. നമ്മൾ ഇൻവൈറ്റ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പോവാതിരിക്കുക. ചെറിയൊരു ഫങ്ഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കാവാം, അല്ലെങ്കിൽ അതിൻ്റെ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ പോയിട്ടുണ്ടാവും. നമ്മൾ ഇൻവൈറ്റ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഇതിപ്പോൾ എന്ത് വിശേഷമാണെങ്കിലും ഏത് വിശേഷമാണെങ്കിലും നമ്മൾ ക്ഷണിച്ചിട്ടുള്ളവിടെ മാത്രം നമ്മൾ പോവുക, അല്ലാത്തവിടെ നമ്മൾ പോവാതിരിക്കുക. പിന്നെ ഡോണ്ട് സേ ഡോണ്ട് ആസ്ക്. നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് ചോദിക്കാതിരിക്കുക. നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പക്ഷെ നമ്മളോട് അവരത് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളിനി അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളോട് പറയാനുള്ള കാര്യമാണെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അറിയണ്ടെന്ന് പറയുമ്പോഴല്ലേ നമ്മുടെ അടുത്ത് പറയാതിരിക്കുക. നമ്മുടെ അടുത്ത് പറയാത്ത കാര്യങ്ങൾ നമ്മൾ പോയി ചോദിക്കാതിരിക്കുക. അതും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുക. നമ്മളോട് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മളോട് നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചോദിക്കാതിരിക്കാം. പിന്നെ നമ്മളെ ഇഗ്നോർ ചെയ്യുന്നവരെ നമ്മളും ഇഗ്നോർ ചെയ്യുക. അത് വലിയൊരു കാര്യമാണ്. അതിപ്പോൾ എന്തായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മളെ ഇഗ്നോർ ചെയ്യുന്നവരിനെ പിന്നെ നമ്മൾ പോയിട്ട് അവൻ്റെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു റീസണും ഉണ്ടാവില്ല. എന്നിട്ടും നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും അവനോട് പോയിട്ട് കെഞ്ചേണ്ട ആവശ്യമൊന്നും നമുക്കറിയില്ല. നമ്മൾ ഇഗ്നോർ ചെയ്യുന്നവരെ നമ്മളും ഇഗ്നോർ ചെയ്യുക. സിമ്പിളായിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മളെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഉണ്ടാവും അല്ലേ? നമ്മൾ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ മെസ്സേജ് അയച്ചാലോ ഒരു കോൾ ചെയ്താലോ അവർ തിരിച്ച് റിപ്ലൈ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം നമ്മളെ കൊണ്ട് ഒരു ഹെൽപ്പ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരുടെ പിന്നാലെ കുറേ നടന്നിട്ടുണ്ടാവും, ചിലപ്പോൾ കുറേ വിളിച്ചിട്ടുണ്ടാവും, കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. പക്ഷെ അവരൊന്നും റിപ്ലൈ തന്നിട്ടുണ്ടാവില്ല. പക്ഷെ അവൻ്റെ ഒരു കാര്യം വരുമ്പോൾ അവർക്ക് വേണ്ട സമയത്ത് മാത്രം നമ്മളെ തേടി വരുന്നതിന് അവർക്ക് ഉത്തരം നൽകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെയുള്ളവർ അവരുടെ കാര്യത്തിന് മാത്രമായിരിക്കും വരുന്നത്. ചിലപ്പോൾ അങ്ങനെ എന്ത് കാര്യത്തിനായിരിക്കും അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം നമ്മളെ അന്വേഷിച്ച് വരുന്നവരെ നമ്മൾ അവോയ്ഡ് ചെയ്യല്ല, അവർക്ക് ഉത്തരം നൽകാതിരിക്കുക. ദാറ്റ്സ് ഓൾ. പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ ഭയങ്കരമായിട്ട് പ്രയോറിറ്റൈസ് കൊടുക്കും. നമുക്ക് അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കും. പക്ഷേ ആ ഇമ്പോർട്ടൻസ് നമുക്ക് തിരിച്ചു തരുന്നുണ്ടാവില്ല. നമ്മൾ അവർക്ക് പ്രയോറിറ്റൈസ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു അംശം പോലും തിരിച്ചു തരുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ആ പ്രയോറിറ്റൈസ് കൊടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ആർക്ക് വേണ്ടിയിട്ടും നമ്മൾ സാക്രിഫൈസ് ചെയ്യാതിരിക്കുക. നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പറയുന്നത് നമ്മൾ സ്വയമാണ്. നമ്മൾ മുന്നോട്ട് വന്നതും ഒറ്റയ്ക്കാണ്, ഇൻഷാ അല്ലാഹ് പോണതും ഒറ്റയ്ക്കാണ്. ഞാൻ എപ്പോഴും നേരത്തെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളും നമ്മൾ ഈ ജീവിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടിയിട്ടായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ ഉണ്ട്, അവരെ നമ്മൾ ബഹുമാനിക്കുക, സ്നേഹിക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ട് നമ്മൾ ഒന്നിനും പോവാതിരിക്കുക. പിന്നെ വാല്യൂ ചെയ്യാത്ത ഒരു സ്ഥലത്തും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഒരു സ്ഥലത്തിലേക്ക് പോകണം, അവിടെ നമുക്കൊരു വാല്യൂ ഇല്ല, നമ്മളവിടെ ആരും മൈൻഡ് ചെയ്യണില്ല, അല്ലെങ്കിൽ
പരിഗണന തന്നെയാണ്, അവോയ്ഡൻസ് ആണെങ്കിലും ആ സ്ഥലത്തേക്ക് പോവാതിരുന്നാൽ തന്നെ നമ്മുടെ പകുതി ടെൻഷനും പ്രഷറും ഒക്കെ മാറും. നമ്മൾക്ക് വാല്യൂ ഉള്ളവിടേക്ക് നമ്മൾ പോവുക, നമുക്ക് ഹാപ്പിനെസ് തരുന്ന സ്ഥലങ്ങളിൽ പോവുക, നമ്മൾ നമുക്ക് സന്തോഷം തരുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ ഇരിക്കുക, അതിലൊക്കെയാണ് ഹാപ്പിനെസ്. നമ്മളുടെ ചുറ്റും നെഗറ്റിവിറ്റി നമുക്ക് തരുന്ന ആൾക്കാരുടെ ഇടയിൽ പോവാതിരിക്കുക. ഏറ്റവും കൂടുതലുള്ള ആവശ്യം അതാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് പോവാതിരിക്കുക, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക. അപ്പം തന്നെ നമുക്ക് പകുതി ആശ്വാസം, സമാധാനം കിട്ടും. പിന്നെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ടുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യാതിരിക്കുക. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കുക, അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ ഇരിക്കുക, നമുക്ക് ബഹുമാനവും സ്നേഹവും തരുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കുക, അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. അപ്പോൾ ജസ്റ്റ് ഒരു സെൽഫ് മോട്ടിവേഷൻ പോലെ തന്നെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും. നമ്മൾ ഈ പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നമ്മൾക്ക് ഒരിക്കലും നമുക്കൊരു വേണ്ടാത്തൊരു സ്ഥലം, നമുക്ക് ഇഷ്ടമേ അല്ല അവിടെ പോകാൻ. പക്ഷെ മറ്റുള്ളവരുടെ കമ്പൽസറി മൂലം നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്തിലേക്ക് പോവുകയാണെങ്കിൽ